വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് റോസ്റ്റ് ആണ്. ആദ്യം തന്നെ ചെറുതായി കട്ട് ചെയ്ത ബീഫ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെള്ളം തോരാൻ വെക്കാം. നമ്മളിവിടെ 1.5 കിലോ ബീഫാണ് എടുക്കുന്നത്. കഴുകുമ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകിയാൽ ഇറച്ചിയുടെ ചോരമണം മാറിക്കിട്ടും. വെള്ളം തോർന്നതിന് ശേഷം ബീഫിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1 പിടി ചെറിയ ഉള്ളി, 1 നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് കുക്കറിലേക്കിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരുമ്പോഴേക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായി ചൂടായ ഉരുളിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 5 വറ്റൽമുളക്, അരമുറി തേങ്ങാക്കൊത്തു കൂടി ഇട്ട് ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 3/4 കിലോ ചെറിയ ഉള്ളി, ചെറുതായി അരിഞ്ഞ 3 സവാള കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. കുക്കർ 8 വിസിലായിട്ടുണ്ട്. ഇനി ആവി പോകാൻ 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. മസാല ചെറുതായി വഴണ്ടു വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം. നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മസാലയിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. വെള്ളം നന്നായി വറ്റുന്നവരെ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 പിടി മല്ലിയില കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ ബീഫ്. പ്രത്യേകിച്ച് കുറച്ച് കപ്പ കൂടി ഉണ്ടെങ്കിൽ സംഭവം ഉഷാർ. അപ്പം നിങ്ങൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.